ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ചോറ് ഉണ്ടാക്കാം എന്നാണ്. ചോറ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഓർമ്മയുടെ മട്ട വടിയേരി ഉണ്ട്, 10 കിലോന്റെ ആണ് വരുന്നത്. അത് നമ്മള് 2 ബൗള് ഇവിടുത്തെ കണക്കാണോ, ഈ ബൗളുണ്ടല്ലോ, ഇത് 2 ബൗളാണ് ഈ കുക്കറിലിടാറ്. കുക്കറിലാണ് അരി ഉപയോഗിക്കുന്നത് എപ്പോഴും ചോറുണ്ടാക്കാനായിട്ട്. അപ്പോൾ അരി 2 ബൗൾ എടുത്തിട്ടതിന് ശേഷം അടുത്ത പ്രോസസ്സ് അരി കഴുകുക എന്നുള്ളതാണ്. അരി നന്നായിട്ട് കഴുകണം. ഇവിടേക്ക് വരുന്ന മട്ട അരിയുടെ കളർ നന്നായിട്ട് ഇളകണം കാണാം. ഇത് നന്നായിട്ട് ഒന്ന് പയ്യെ തിരുമി ഒന്ന് കഴുകിയെടുക്കുക. പയ്യെ കഴുകുമ്പോഴത്തേക്ക് കളർ ഇളകി വരുന്ന കാണാം. കണ്ടോ, വെള്ളം മുഴുവൻ ബ്രൗൺ കളറായി. ഇനി വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ സാധാരണ അരി ഒരു 3 തവണ കഴുകൂട്ടോ. പിള്ളേർക്ക് ചോറ് വെക്കാൻ എന്താ പറ്റിയേ? ഓ, ഹോൾസിനെ തല തിരിച്ചു വെച്ചാ കുഴപ്പമില്ല, സ്ഥിതി കളിച്ചോട്ടെ. അവരോടെ പൊരിഞ്ഞ കളി. ഹോൾസൊക്കെ തല തിരിഞ്ഞിരിക്കുന്നു. വീണ്ടും അരി നന്നായിട്ട് കഴുകുക. ഇത് 2ാമത്തെ റൗണ്ടല്ലേ കഴുകണേ. ഇപ്പോഴായാലും കളർ കണ്ട, കളർ നന്നായിട്ട് ഇളകുന്നുണ്ട് ഇതില്. ഇത് വീണ്ടും നമ്മൾ ഊറ്റി കളയാം. നമ്മൾ 3 തവണ അരി കഴുകി 4ാമത്തെ തവണ നല്ല ക്ലിയർ വാട്ടർ പിടിച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇതിന് ആ ഒരു ബോട്ടിന്റെ അവിടെ വരെ വരുമ്പോഴത്തേക്ക് നമ്മൾ വാട്ടർ നിർത്തും. അതാണ് വാട്ടർ ലെവൽ ഞാൻ നോക്കാറ് കേട്ടോ. നേരെ കുക്കർ എടുക്കുക, നേരെ അടുപ്പത്തേക്ക്. പക്ഷെ കുക്കറിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ. എന്താടാ ഇങ്ങോട്ട് ചമ്മോൺ? എന്തോ എന്തിന്? ആ, എന്ത് വേണ്ടേ? ആ പറ. ഓ, അതെടുത്ത് തന്നെ കൊച്ചിന്. ഇവിടെ സ്റ്റക്കായി പോയി കൊച്ചിന്റെ. ആ, അവിടെ ഉണ്ട് ബാക്കിത്തെ. അയ്യോ, കളിക്കുന്നതാണ് ഇതിനകത്ത് വെച്ചിട്ട്. ഓക്കെ, എന്നാ കളിച്ചോ. അത് വെച്ചിട്ടുണ്ടല്ലോ, കളിച്ചോട്ടോ. ബേസിക്കലി ഇത്രേ ഉള്ളൂ ചോറ് വെക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ചോറ് വെക്കാനായിട്ട് എല്ലാ സാധനം സെറ്റാക്കി കുക്കർ അടച്ചു വെക്കാനുള്ളൂ പ്രോസസ്സ്. ചിലവര് ചോറ് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പിടാറുണ്ട്, നമ്മൾ ഉപ്പിടാറില്ല കേട്ടോ. അപ്പൊ കുക്കർ നമ്മൾ അടച്ചു വെക്കാം. ഓ, നേരത്തെ പുട്ടുണ്ടാക്കിയപ്പോ കുറ്റി ഊരി വെച്ചത് വിസിൽ ഊരി വെച്ചതാ, അത് തിരിച്ചിട്ടേക്ക്, അല്ലെങ്കിൽ ഗ്യാസ് മുഴുവൻ വേറെ വയ്ക്കും. അപ്പൊ സംഭവം സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരത്തെ ചിക്കൻ കറി ഇരിക്കണ്ടേ, അതും കൂടി കഴിക്കാം. ഒരു വിസിൽ പോലും വേണ്ട. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു വിസിൽ അടിക്കാറാകുമ്പോഴത്തേക്കും ഇത് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ കുക്കർ ഏകദേശം അടിക്കാറായി, വിസിലടിക്കാറായി. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ട് പ്ലേറ്റിൽ നിന്ന് അത് അടുപ്പിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി വെക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെയും ആ ചൂട് പിന്നെ അടിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഒരുപാട് വെന്തു. അതുകൊണ്ട് അടുപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കും. പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ റൈസിന് മുഴുവൻ അതിന്റെ റൈസിന്റെ പശി ഉണ്ടാവും. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കാറില്ല, കഞ്ഞിയുടെ പശി ഉണ്ടാവും. പണ്ടൊക്കെ ഈ കഞ്ഞിയുടെ വെള്ളത്തിലായിരുന്നു, മുണ്ടൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിലായിരുന്നു, കഞ്ഞിപ്പശയിലായിരുന്നു മുക്കി റെഡിയാക്കി വടി പോലെ വെച്ചിട്ട് ചേട്ടന്മാർ എടുത്തോണ്ട് പോകാറ്. അപ്പനൊക്കെ അതുണ്ടായിരുന്നു കഞ്ഞിവെള്ളത്തിൽ. പിന്നെയാണ് സ്റ്റിഫാൻ ഷൈനൊക്കെ വന്നത്. പ്രഷർ മുഴുവൻ പോകാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി വെന്ത് പോയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളത് കുക്ക് ചെയ്ത് നമ്മൾ എടുക്കാൻ വേണം. പിന്നെ മുകളിൽ ചെറുതായിട്ട് തണുത്ത വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് പോയി കിട്ടും. പ്രഷർ പോയി നമ്മൾ ഓപ്പൺ ചെയ്യാം. അവർക്ക് നല്ല സെറ്റപ്പ് ആയിട്ട് വെന്തുണ്ട്. ചോറിക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. പൈപ്പിൽ നിന്ന് ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലെടുത്ത് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിരിക്കുന്ന കഞ്ഞി പശ ഉണ്ടല്ലോ, ആ പശ അങ്ങ് വിട്ട് വെക്കുള്ളൂ. ഊറ്റി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഊറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മളിത് കുക്കർ ഇവിടുന്ന് മാറ്റി വയ്ക്കാം. കുക്കർ മാറ്റി വെച്ചിട്ട് വാഷ് ബേസിലോട്ട് നമ്മുടെ സ്ട്രെയിനർ എടുത്ത് വയ്ക്കാം. ഈ സ്ട്രെയിനറിനകത്തേക്ക് നമ്മൾ കുക്കർ ഒഴിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ കുക്കർ ക്ലീൻ ആയി. ചോറ് ഊറ്റി കിട്ടി. ഇനി ഊറ്റി വെച്ചിരിക്കുന്ന ചോറിനകത്തേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് പയ്യൊന്ന് വാഷ് ചെയ്ത് വിട്ടേക്കാം. കാരണം ആ കഞ്ഞിപ്പശ മുഴുവൻ പോകാനാണ്. ഇത്ര ഉള്ളൂ നമുക്ക് ചോറ് ഉണ്ടാക്കുന്നുണ്ടോ. ഇനി എന്നിട്ട് ഇത് ഊറ്റാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഈ വെള്ളം വാർന്ന് കിട്ടണം. ചോറ് വെള്ളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടന്ന അടിയിൽ വെള്ളം ചോറ് ചെയ്തപ്പോൾ, അതുകൊണ്ട് വെള്ളം ഊറ്റാനായിട്ട് കുക്കറിന് മുകളിലേക്ക് ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. സംഭവം റെഡി. ചോറ് മുകളിൽ നിന്നോട്ട് എടുത്ത് തുടങ്ങാം. നല്ല ചൂടൻ ചോറ് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. നാട്ടിലൊക്കെ നമുക്ക് എപ്പോഴും കലത്തിൽ തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചൊക്കെ ഇവിടെ വന്നിട്ട് പോയപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു ഈ കുക്കറിൽ വെക്കുന്ന പരിപാടി. ഇത്തിരി ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകണമെന്നുള്ളൂ. അപ്പോൾ കെറ്റിൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കും ലാസ്റ്റ്. അതെളുപ്പം. നമുക്ക് മറ്റേ കലത്തിൽ വേവിച്ച് എടുക്കുന്നതിനേക്കാളെ സെയിം സെറ്റപ്പ് തന്നെ. നമുക്ക് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഞാൻ പശയോ അങ്ങനെ ഉള്ളുന്നില്ല. നാട്ടിൽ വയ്ക്കുമ്പോൾ പശ ഉണ്ടാവാറുണ്ട്, അത് കൃത്യമായിട്ട് കഴുകിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാം വാട്ടറിൽ കഴുകിയെടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് റെഡി. ഇനി കറി കൂട്ടി പടപടായി. നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ചിക്കി പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചോറും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അല്ലെങ്കിൽ കഴിക്കാൻ വലിയ മടിയാണ്. ചിലപ്പോൾ നിങ്ങൾ നെയ്യ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. ലേശം ചോറ് എടുക്കുക.
ചോറ് നന്നായി കഴിച്ചോളും. അമൂലിന്റെ ഗീൻ്റെ കൂടെ, അമൂലിന്റെ ഗീയാണത്. അത് കുറച്ച് ചോറിലേക്ക് ഇടുക, ലേശം മതി. സംഭവം സെറ്റ്.